ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ജാസ്മിൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഗാർഗി താൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കുകയാണ്. പാറു ജാസ്മിനുള്ള ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി ഇത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ ആണെന്ന് പാറു പറയുന്നു. തുടർന്ന് മനഃപൂർവ്വം അവിടെയുള്ള കറി തട്ടി താഴേക്കിടുകയാണ് ഗാർഗി. ഗാർഗി, നീ എന്ത് പണിയാ കാണിച്ചതെന്ന് പാറു ചോദിക്കുമ്പോൾ ഞാനിതെല്ലാം തുടച്ച് വൃത്തിയാക്കാമെന്ന് ഗാർഗി പറയുന്നു. വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഒരു കാര്യം ചെയ്, നീ പോയി അടുക്കളയിൽ നിന്നും വേറെ കറി എടുത്തോണ്ട് വാ. അതിനെന്താ, ഞാൻ ചെയ്യാലോ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് ഗാർഗി. അതിനുശേഷം ജാസ്മിന് കൊടുക്കാനുള്ള കറി എടുത്തതിന് ശേഷം അതിലേക്ക് ധാരാളം ഉപ്പും മുളകുപൊടിയും ഒക്കെ ചേർത്ത് ഇളക്കുകയാണ് ഗാർഗി. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ വിശാലിനോട് പറയുകയാണ്, വിശാൽ, എനിക്ക് മതി. എന്താണെങ്കിലും നീ ആഹാരം കഴിച്ചല്ലോ, എനിക്കത് മതി. ഞാൻ പോയി ബെഡെല്ലാം വിരിച്ചിടാമെന്ന് സുശീലയും പറയുന്നു. തുടർന്ന് ജാസ്മിൻ എങ്ങനെയൊക്കെയോ ചെന്ന് വാ കഴുകുകയാണ്. അതിനുശേഷം പാറു പറയുകയാണ്, ജാസ്മിൻ, ഇനിയും ഇതുപോലെയുള്ള കളികൾ കളിക്കാനേ നീ നിൽക്കരുത്. നീ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ അതേ പണി നിനക്കും തിരിച്ചു കിട്ടും. നിനക്കെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പാറു പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് പാറു വിശാലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അത് അങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാ ഞാൻ ജാസ്മിന് വാരിക്കൊടുത്തതെന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല സാർ. സാറിന്റെ നല്ല മനസ്സാ ഞാൻ ആ സമയത്ത് കണ്ടത്. നമ്മള് ജാസ്മിനെ നോക്കാമെന്നുള്ള ഉറപ്പിലല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. സാറ് ചെയ്തത് നല്ല കാര്യം തന്നെയാണെന്നും പാറു പറയുമ്പോൾ പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും ജാസ്മിനെയുമാണ്. ജാസ്മിൻ, തലനാരിഴയ്ക്കാണ് നിന്റെയും വിശാലിന്റെയും വിവാഹം മുടങ്ങിയത്. ഇനിയിപ്പോ അതത്ര പെട്ടെന്നൊന്നും നടത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവനെ നീ നിന്റെ വലയിൽ വീഴ്ത്തണം, അല്ലാതെ ഈ വിവാഹമൊന്നും നടക്കാനേ പോകുന്നില്ല. എന്റെ ആന്റി, ഞാൻ അതിന് ശ്രമിക്കുന്നുണ്ട്. എന്റെ ഈ രണ്ടാം വരവ് തന്നെ അതിനു വേണ്ടിയിട്ടാ. ഇന്നലെ രാത്രി തന്നെ വിശാലിനെ കൊണ്ട് നിർബന്ധിച്ച് എനിക്ക് ആഹാരം വരി തരികയായിരുന്നു. പക്ഷേ അവിടെയും ആ പാർവതി പണി പറ്റിച്ചു. കറിയിൽ ധാരാളം മുളകും ഉപ്പും മസാലയും എല്ലാം തന്നെ അവൾ വാരിയിട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചു മാത്രമേ കഴിക്കാൻ സാധിച്ചുള്ളൂ. ആ പാർവതി ഉള്ളിടത്തോളം കാലം വിശാല് എന്റെ വലയിൽ വീഴാനേ പോകുന്നില്ല. മോളെ, നീ അങ്ങനെ നിരാശപ്പെടരുത്. പാർവതി നിനക്കിട്ട് എത്ര പണി വെച്ചാലും വിശാലിനെ നീ തന്നെ നേടിയിരിക്കുമെന്നുള്ള വാശി വേണം നിന്റെ ഉള്ളില്. നീ ഒന്ന് അറിഞ്ഞു പെരുമാറിയാലേ പിന്നെ അവൻ നിന്റെ അടുത്തുനിന്ന് മാറാനേ പോകുന്നില്ല. ആന്റി, ആന്റി തന്നെ എനിക്കൊരു വഴി പറഞ്ഞതാ എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഒരു വഴിയുണ്ട്. അത്രയും പറഞ്ഞിട്ട് തന്റെ പ്ലാൻ ജാസ്മിനോട് പറയുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ സുശീലയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും സുശീൽ ആന്റിക്ക് എന്നെ ദത്തെടുക്കാൻ തോന്നിയത് നന്നായി. ഇനി ഗാർഗിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരില്ലല്ലോ. ഇപ്പോ ഞാനും ഈ വീട്ടിലെ ഒരംഗം തന്നെയാ. ഈ വീട്ടില് എനിക്ക് എന്തവകാശമാണെന്ന് ചോദിച്ചാ അവളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കണം. ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കളികൾ സുശീലാന്റിയെ മുൻനിർത്തി തന്നെ കളിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് സുശീലയ്ക്കുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ജാസ്മിൻ. അല്ല, നീ എന്താ ചായയൊക്കെ ആയിട്ടെന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ആന്റി എന്നെ ദത്തെടുക്കാമെന്നൊക്കെ പറഞ്ഞതല്ലേ. അപ്പോ ആന്റിക്കും ഓരോ ഉപകാരങ്ങള് ഞാൻ ചെയ്യണ്ടേ. എന്റെ മോളെ, നിന്നിൽ നിന്നും ഒരു പ്രത്യുപകാരവും വിചാരിച്ചിട്ടല്ല ഞാൻ നിന്നെ ദത്തെടുക്കാമെന്ന് പറഞ്ഞത്. ആ സമയം ഗാർഗിയുടെ ചോദ്യത്തിന് മുന്നിൽ നീ ഉത്തരമില്ലാതെ നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്ക പൊടിഞ്ഞു പോയത്. അപ്പോ ആന്റി ഗാർഗിക്ക് വേണ്ടിയാണോ എന്നെ ദത്തെടുത്തത്? ഒരിക്കലുമല്ല മോളെ. ഈ വീട്ടില് നീ മാത്രമാ എന്നെ ഉള്ളു തുറന്ന് ഒരു കളങ്കവുമില്ലാതെ സ്നേഹിക്കുന്നത്. അപ്പോ ആ സ്നേഹവും ഞാൻ തിരിച്ചു കാട്ടണ്ടേ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ ദത്തെടുക്കാമെന്ന് കരുതിയത്. പിന്നെ മോള് ഈ ആന്റി വിളി മാറ്റി എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ എന്ന് സുശീല ചോദിക്കുമ്പോൾ സുശീലയെ അമ്മയെന്ന് വിളിക്കുകയാണ് ജാസ്മിൻ. ഇത് കേൾക്കുന്ന സുശീല സന്തോഷത്തോടെ ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, ഇവർക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്. പിന്നെ ആന്റി, എനിക്ക് അമേരിക്കയിലേക്ക് പോകുന്നതിന്റെ വിസയൊക്കെ ശരിയാക്കാനായി പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് പോകണമായിരുന്നു. വിശാലും കൂടി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വിശാലിനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നീട് കാണിക്കുന്നത് വിശാല് ഓഫീസിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നതാണ്. അതേസമയം സുശീല ജാസ്മിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വിശാലെ, നീ പോകുന്ന വഴി എന്റെ മോള് ജാസ്മിനെ ആ പാസ്പോർട്ട് ഓഫീസ് വരെ ഒന്ന് ഇറക്കണം. ആന്റി, എനിക്കല്പം തിരക്കുണ്ട്. അതുമല്ല, ഞാൻ പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ. എന്താ മോനെ ഇത്? നീ വിചാരിച്ചാൽ അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി നീ അതും ചെയ്യില്ലേ? പ്ലീസ് വിശാൽ, വിശാൽ എന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് വിഷമമാകുമെന്ന് ജാസ്മിൻ പറയുമ്പോൾ
സമ്മതിക്കുകയാണ് വിശാൽ. അതേസമയം ഇതൊക്കെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് പാർവതി. ജാസ്മിനെ വിശാൽ സാറിന്റെ ഒപ്പം വിട്ടാൽ ശരിയാകില്ല. ഇതെങ്ങനെ തടയുമെന്ന് പാറു ആലോചിക്കുന്നു. അതേസമയം പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വിശാലിന്റെ ഒപ്പം ഇറങ്ങാനൊരുങ്ങുകയാണ് ജാസ്മിൻ. തുടർന്ന് പാറു പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി ചെല്ലുകയാണ്. വിശാൽ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല പാർവതി. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നിന്നെ വിളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് വിശാലും ജാസ്മിനും കൂടി ഇറങ്ങാൻ നേരം പെട്ടെന്ന് തല കറങ്ങി വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ് പാർവതി. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും വിശാലും. പെട്ടെന്ന് ഗാർഗി അങ്ങോട്ടേക്ക് വരികയും ഗാർഗിയും സുശീലയും ചേർന്ന് പാറുവിനെ തട്ടി വിളിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.